ഒരുപാട് ആളുകൾ എൻ്റെ മുഖം കാണാൻ ചോദിച്ചു. പക്ഷേ കാണിക്കാം കേട്ടോ, അടുത്ത വീഡിയോയിൽ മുതൽ കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വന്നത് വേറൊരു വിഷയം പറയാനാണ്. നമ്മുടെ അബ്ദുൾ റഹീം ഖാൻ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം സൗദി ജയിലിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് സൗദി ജയിലിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദിയാദനം കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിലേക്ക് ഉമ്മയെ കാണാൻ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ഇവിടെ ജോലിയൊക്കെ നേടി ഇനിയുള്ള കാലം ഉമ്മയോട് കൂടെ സന്തോഷത്തിലും ഇതിലൊക്കെ കഴിയാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യാം. കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് ഫറൂഖ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ റഹീം ഖാൻ ഒരു ഭിന്നശേഷി കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായതുകൊണ്ട് 18 വർഷം ജയിലിലായിരുന്നു. അപ്പോൾ ഒരു കയ്യബദ്ധം വന്നതുകൊണ്ടാണ്. അതിലുപരി ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് കുറച്ചുകൂടി ടഫായിരുന്നു. പക്ഷേ ആ മരിച്ചുപോയ ആ കുട്ടിയുടെ ഫാമിലി 34 കോടി ഇന്ത്യൻ റുപ്യ, അതായത് 15 മില്യൺ റിയാൽ കൊടുക്കാൻ സൗദി അറേബ്യ ഇതാക്കുകയും അതിനോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സ്വരൂപിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയിട്ടുണ്ട്. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. വീട്ടിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.